സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലാദ്യമായി അടൂർ അസംബ്ലി മണ്ഡലം സമ്പൂർണ്ണ ഡിജിറ്റൽ മണ്ഡലമായി മാറിയിരിക്കുകയാണ്. ഈ മണ്ഡലത്തിലെ 7 സ്കൂളുകൾ 1 മുതൽ 7ാം സ്റ്റാൻഡേർഡ് വരെ പഠിക്കുന്ന പാവപ്പെട്ട നിർധനരായിട്ടുള്ള സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സ്കൂളുകളായി മാറ്റിയിരിക്കുന്നത്. ഇത് കുട്ടികൾക്ക് നിഷ്പ്രയാസം കണ്ടും കേട്ടും പഠിക്കാനും ഉപയോഗിക്കാനും കഴിയത്തക്ക നിലയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇൻട്രാക്റ്റീവ് ബോർഡ്, ലേസർ പെൻ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, പ്രൊജക്ടർ എന്നിവയാണ് ഓരോ ക്ലാസ്സിലും സജ്ജീകരിച്ചിട്ടുള്ളത്. മനോഹരമായി കുട്ടികളുടെ പാഠ്യപദ്ധതി അവർക്ക് എളുപ്പം മനസ്സിലാക്കുന്ന നിലയിലാണ് ഇത് സജ്ജമാക്കിയിട്ടുള്ളത്. എൻ്റെ ലക്ഷ്യം ഈ മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും സമ്പൂർണ്ണമായി ഡിജിറ്റലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത്തവണ അതിൻ്റെ ഭാഗമായി 23 സ്കൂളുകൾ സ്മാർട്ട് സ്കൂളുകളായി മാറുകയാണ്. അതുപോലെ തന്നെ സമ്പൂർണ്ണ ഡിജിറ്റൽ ലൈബ്രറി, സമ്പൂർണ്ണ ഡിജിറ്റൽ ലാബ് തുടങ്ങി വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ ഒരു ഡിജിറ്റലൈസേഷൻ നടപ്പാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA ശ്രീ ചിറ്റയം ഗോപകുമാറിൻ്റെ സമഗ്ര വിദ്യാഭ്യാസ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വിദ്യാലയമാണിത്. അദ്ദേഹത്തിൻ്റെ സഹായത്താൽ 5 ക്ലാസ് റൂമുകൾ ഡിജിറ്റലൈസ് ചെയ്യാൻ കഴിഞ്ഞു. ക്ലാസ് റൂം ഡിജിറ്റലൈസ് ചെയ്തതോടുകൂടി വിദ്യാലയത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുകയുണ്ടായി. കഴിഞ്ഞ വർഷം പ്രവേശനത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വൻ വർധനവാണ് ഈ വർഷം ഇവിടെ പ്രവേശനത്തിൽ ഉണ്ടായിരിക്കുന്നത്. ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ അധ്യാപകർക്ക് നല്ല ഒരു ഊർജ്ജസ്വലത ഉണ്ടാവുകയും അവർ വളരെ ആക്റ്റീവായി ഡിജിറ്റൽ സംവിധാനത്തിൽ അധ്യയനം നടത്തി വരുന്നു. കുട്ടികൾ പഠനത്തിൽ വളരെ തൽപരരാണ്. പാഠഭാഗങ്ങൾ ചിത്രങ്ങളിലൂടെയും ഒക്കെ വളരെ വലുതായി സ്ക്രീനിൽ കാണുമ്പോൾ അവർക്ക് പഠിക്കാൻ വളരെ ഔത്സുക്യമാണ്. അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്കും വിദ്യാലയത്തിൽ കുട്ടികളെ വിടുന്നതിന് വളരെ സന്തോഷമുണ്ട്. വിഭിന്നശേഷിയുള്ള ഹിയറിംഗ് ഇംപേർഡായിട്ടുള്ള ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു ഡിജിറ്റൽ സ്മാർട്ട് ക്ലാസ് റൂം അനുവദിച്ചു തന്ന MLA സാറിന് ആദ്യമേ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും പ്രയോജനകരമായ ഒന്നാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് വിഷ്വൽ എയ്ഡ്സ് എപ്പോഴും ആവശ്യമാണ്. അത് സാധാരണ ഈ ചാർട്ട്സൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഡിജിറ്റൽ ക്ലാസ് റൂം വന്നതിന് ശേഷം ക്ലാസ് റൂംസൊക്കെ ഒരു ലൈവായ അനുഭവമാണ്. എല്ലാ അധ്യാപകരും ഈ ഡിജിറ്റൽ ക്ലാസ് റൂം പ്രയോജനപ്പെടുത്തുന്നു. എന്നാൽ തന്നെയും ഈ അബ്സ്ട്രാക്റ്റായിട്ടുള്ള ഐഡിയാസ് കുഞ്ഞുങ്ങളുടെ ഡെപ്തിൽ അവർ മനസ്സിലാക്കത്തില്ല. പക്ഷേ ഇത് വന്നതിന് ശേഷം കുഞ്ഞുങ്ങളത് നന്നായിട്ട് ലൈവായിട്ട് അവർ ഇത് കാണുന്ന ക്ലാസ് റൂം ഒരു ലൈവാകുന്ന അനുഭവം. പക്ഷേ ഇത് ക്ലാസ് റൂമിൽ തന്നെ വിസിറ്റും കൂടെ ഒരുമിച്ച് പ്രയോജനപ്പെടുന്ന ഒരു അനുഭവമാണ് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നത്. MLA സാറിനോട് ഈ പദ്ധതിയോട് സമഗ്ര വികസന പദ്ധതിയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയതിൽ ഞങ്ങളും അധ്യാപകരും കുഞ്ഞുങ്ങളും PTA-യും സാറിനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. സ്മാർട്ട് ക്ലാസ് റൂം വന്നതിന് ശേഷം പണ്ടൊക്കെ കുട്ടികൾ പാഠപുസ്തകങ്ങൾ നോക്കി കാണാതെ പഠിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പ്രൊജക്ടറും ഒക്കെ വന്നപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഗ്രഹിച്ച് ഉൾക്കൊണ്ട് സന്തോഷപൂർവ്വം കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സ്മാർട്ട് ക്ലാസ് റൂം അനുവദിച്ചു തന്നത് ബഹുമാനപ്പെട്ട MLA ചിറ്റയം ഗോപകുമാർ അവர்களാണ്. ബഹുമാനായിട്ടുള്ള ശ്രീ അടൂർ MLA ശ്രീ ചിറ്റയം ഗോപകുമാർ അവരുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് 16ഓളം ക്ലാസ് മുറികൾ ഡിജിറ്റലൈസ് ചെയ്ത് പൂഴിക്കാട് ഗവൺമെൻറ് UP സ്കൂൾ സമ്പൂർണ്ണ ഡിജിറ്റൽ ക്ലാസ് മുറികളാക്കി മാറ്റിയിരിക്കുകയാണ്. സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ ഇങ്ങനെയൊരു പദ്ധതി ആവിഷ്കരിച്ചതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം മാറ്റമാണ് നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളെടുത്ത് പഠിക്കുന്നതിലുപരി നേരിട്ട് സ്ക്രീനിൽ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ചോക്കിനെയും ബ്ലാക്ക് ബോർഡ് ഒഴിവാക്കിക്കൊണ്ട് സ്ക്രീനിൽ നിന്ന് കാര്യങ്ങൾ ചെയ്ത് പഠിക്കുവാനും കിട്ടുന്ന ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൂടെ നമുക്ക് നടപ്പാക്കാൻ കഴിയും. മണ്ഡലത്തിലെ മുഴുവൻ ഗവൺമെൻറ് എയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളെല്ലാം തന്നെ സമ്പൂർണ്ണമായി ഡിജിറ്റൽ സ്കൂളായി മാറാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ്. ആ പ്രവർത്തനങ്ങളിൽ തീർച്ചയായും
ഈ പ്രദേശത്ത് മുഴുവൻ നല്ലവരായ ബഹുജനങ്ങളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും വിദ്യാഭ്യാസ പ്രവർത്തകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും പ്രവാസി മലയാളികളുടെയും അടക്കമുള്ള എല്ലാ സഹായവും പിന്തുണയും ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.